മാവിക്ക് സർപ്രൈസ് ഉണ്ടല്ലോ വീട്ടില്. സർപ്രൈസ് ക്രിസ്മസ് ട്രീ. Hello guys, welcome back to our YouTube channel. Yay! എന്നാ തൊട്ടപ്പോൾ നല്ല സുഖമായിട്ടുണ്ട്. സുഖമല്ലേ? സ്നോ അടിക്കുന്നു. സ്നോ അല്ല, പക്ഷെ തണുപ്പുണ്ട് ഗൈസ്. ബഹ്റൈനിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പിന്റെ നല്ല ഉടുപ്പ് മേടിച്ചാൽ അപ്പ തന്നെ അത് ഇടണം. നമ്മൾ പുതിയ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതെന്തിനും നമ്മളെ പെട്ടിയിൽ വെച്ച് അടച്ചു വെക്കാനാണ് മേടിക്കുന്നത്. ഇടാനല്ലേ മേടിക്കുന്നത്. സൂപ്പർ ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എന്റെ അടുത്ത് കുറെ പേര് മെസ്സേജ് അയച്ചു, ചേച്ചി വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒന്നും വെച്ചില്ലേ, ഒന്നും കാണാനില്ലല്ലോ. ഞങ്ങൾ ലേറ്റ് ആയ ഫുൾ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്, എന്നാലും നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്. നമ്മൾ ഈ ക്രിസ്മസ് നമ്മൾ നാട്ടിലാണ്. അപ്പൊ പക്ഷെ എന്നിരുന്നാലും വേണ്ടില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ അപ്പാർട്ട്മെന്റ്, നമ്മുടെ ഫ്ലാറ്റ് നമുക്ക് എന്തായാലും ക്രിസ്മസ് വൈബ് ആക്കിയിട്ട് നമുക്ക് നാട്ടിൽ പോവാം. അതാണ് ഞാൻ നോക്കുമ്പോ എല്ലാവരുടെയും വീഡിയോയിൽ എല്ലാവരും ലോങ് വീഡിയോ ഇപ്പൊ ക്രിസ്മസ് ഡെക്കറേഷൻ ആണ് കേട്ടോ. എല്ലാവരുടെയും നോക്കുമ്പോ കണ്ടന്റ് ക്രിസ്മസ് ഡെക്കറേഷൻ ആണ്. അപ്പൊ വിചാരിച്ചു വൈനോട്ട് നമ്മുടെ കണ്ടന്റ് അത് ഇരുന്നോട്ടെ, ഒരു വഴിക്ക് പോണല്ലേ. അപ്പം പക്ഷെ വാവക്കുട്ടൻ ഇവിടെ ഒന്നുമില്ല. വാവക്കുട്ടൻ ഇപ്പൊ ഇല്ല. വാവക്കുട്ടൻ ബേബി സിറ്റിങ്ങിലാണ്. പക്ഷെ വാവക്കുട്ടൻ തിരിച്ചു വരുമ്പോ വാവക്കുട്ടന് സർപ്രൈസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണേണ്ടതാണ്. കാരണം ഇപ്പൊ വാവക്കുട്ടനില്ല, അല്ലെങ്കിലും എല്ലാവരും നമ്മുടെ വീഡിയോ അവസാനം വരെ കാണും. എനിക്കറിയാം, ഒന്നും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ എവിടെയാണ് സെറ്റ് ചെയ്യുന്നത് ആരംഭിക്കാം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഇപ്പൊ വരാം. ക്രിസ്മസ് വൈബ് നമ്മൾ വരുത്തണം. വരുതാണ് കേട്ടോ. കൊള്ളാവോ? ബാങ്കോക്ക് ഇപ്പൊ മേടിച്ചാണ്. എന്തായാലും കൊള്ളാല്ലേ. ഇതൊക്കെ വയ്ക്കുമ്പോ ഒരു വൈബ് വരും. ഇനി ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് വരാം ഗൈസ്. അതിന് മുന്നേ എന്റെ ഈ മൂലയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെല്ലാം എന്താന്ന് പറയൂ, എന്റെ തെമ്മുവാണ്. തെമ്മു ഇപ്പൊ ഞാൻ തെമ്മൂല് പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ തെമ്മുവാണ്. തെമ്മൂന്ന് ഞാൻ കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മുടെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങളും ഉണ്ട്. ക്രിസ്മസ് ഡെക്കറേഷന്റെ കുറച്ച് സാധനങ്ങൾ ഇതെന്നെ അവർ പറ്റിച്ച് കഴിച്ചു. ഞാൻ വിചാരിച്ചതിലേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും, പക്ഷെ ചെറുതായി പോയി. അത് പിന്നെ ഈ സാധനം ഇതും ഞാൻ കുറച്ച് വലുതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതിൽ ലൈറ്റ് കത്തുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് ബാറ്ററി ഇടണം. ഇതിനൊരു കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ പലതും നമ്മൾ ഉദ്ദേശിച്ച് ഓർഡർ ചെയ്യും, പക്ഷെ പറഞ്ഞത് അതൊന്നും ആയിരിക്കത്തില്ല. പിന്നെ കുറച്ച് ഫൈൻ ഇലകൾ പിന്നെ ഉള്ളതാണ് കാര്യം നമ്മുടെ ലൈറ്റ്. ഇത് നമ്മൾ അവിടെ ആ ഗ്ലാസ്സിൽ ഇടും അല്ലേ? യെസ്, ഈ ലൈറ്റ് നമ്മൾ ഗ്ലാസ്സിൽ ഇടണം. ഈ ലൈറ്റ് പിരിച്ചെടുക്കണം. പിരിച്ചെടുക്കുന്ന ഇങ്ങനെ നീളത്തിന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഞാനൊന്ന് എടുത്ത് നോക്കി, പക്ഷെ ഇത് നമ്മൾ ഇത് ഡൈനിങ് ടേബിളിൽ ഇടുന്ന സാധനമാണ്. പിന്നെ ഒരു കൂടെ ഈ സാധനമാണ് ഒരു ബോക്സ് ഓർഡർ ചെയ്തു. പിന്നെ ഇതൊക്കെ പിന്നെ തൊപ്പി. ഇത് എന്റെ തൊപ്പിയല്ല, ഇത് വലുത്. ഇത് വലുത് പൊന്റെ തൊപ്പിയാണ്. എനിക്ക് വേറെ ഉണ്ട്. ഇത് ചെറുത് വാവയുടെ തൊപ്പി. ഇതാണ് എന്റെ തൊപ്പി. ഇതാണ് എന്റെ തൊപ്പി. ഇപ്പൊ ഒരു ക്രിസ്മസ് വൈബ് വന്നില്ലേ? ആ വൈബ് ഉണ്ട്. പിന്നെ ഇത് വേറെ വൈബ്. ഞങ്ങൾ ഇതുവരെ ട്രീ ആയിട്ട് വെച്ചിട്ടില്ല. എന്റെ കലാവിരുതാണ് ഞാൻ എപ്പോഴും പുറത്തെടുക്കാറുള്ളത്. എന്റെ കഴിവുകൾ ഞാൻ പുറത്തെടുക്കുന്നത് ട്രീ എങ്ങനെ ഓരോ വർഷം പുതിയ പുതിയ മോഡലില് ചെയ്യുമെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഈ സാധനം എടുത്തിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്റെ ക്രിസ്മസ് ട്രീ ആണ് നമ്മളിതെല്ലാം പുറത്തെടുക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചതിന്റെ ബാക്കി സാധനങ്ങളല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വെച്ചല്ലേ, ഇതെന്റെ വർഷങ്ങളായിട്ട് ഇതെന്റെ കൂടെ ഉള്ള സാധനമാണ്. ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എന്റെ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ
ആ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പോയി കാണേണ്ടതാണ്. ഒരു ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് എൻ്റെ പഴയ ഒരു ഷൂ റാക്കാണ്. ഷൂ റാക്കിന്റെ മറ്റേ ഈ സാധനമാണ്. അപ്പൊ ഇതിലായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത്. അതിന് മുന്നത്തെ വർഷം എങ്ങനെയായിരുന്നു? അതിന് മുന്നത്തെ വർഷം എന്ന് വെച്ചാൽ എനിക്കൊരു കമ്പി ഉണ്ടായിരുന്നു, ഫുൾ ഇങ്ങനെ റിങ് പോലത്തെ കമ്പി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് തൂക്കിയിട്ടു. അതാണ്. അപ്പൊ ഈ വർഷം നമുക്ക് എന്തോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ സാധനങ്ങൾ കേട്ടോ. ഇത് ഇങ്ങനത്തെ കുറെ സാധനം, ഈ സാധനങ്ങൾ ഇഷ്ടംപോലെ എൻ്റെ ഉണ്ട്. ഇത് കുറെ വർഷമായിട്ട് എൻ്റെ ഉണ്ട്. എനിക്കൊന്ന് 2018 ഞാൻ മേടിച്ചതാണിത്. പിന്നെ ഇതിന് 2 തവണ പോയി എന്നിട്ട് ഇതുപോലത്തെ വീണ്ടും ഞാൻ അതേപോലത്തെ സാധനങ്ങൾ മേടിച്ചു. അതാണ്. ഇത് ഒരു ഹാങ്ങറാണ് ഗൈസ്. കണ്ടോ, ഇത് ഹാങ്ങറാണ്. പിന്നെ സാധാരണ ഹാങ്ങർ അല്ലേ നോർമലി വരുന്നത്. കാരണം ഇവിടെ ഇഷ്ടം പോലെ ഹാങ്ങർ ഉണ്ട് എനിക്ക്. കാരണം ലോണ്ടറി, യൂണിഫോം ലോണ്ടറി കൊണ്ടുവരുന്നുണ്ട് അവിടുന്ന് ഈ ഹാങ്ങേഴ്സ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. സോ അപ്പൊ ഞാൻ ആ ഒരു ഹാങ്ങറിന് ഇങ്ങനെ വളച്ച്, ആ കുളത്തൊക്കെ ഇങ്ങനെ വളച്ച് ഞാൻ വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഈ സാധനം ഇതിൽ ചുറ്റി ഇങ്ങനെ എടുത്തു. കണ്ടോ, ഇതാണ്. ഇത് ഡോറിൽ ഇടാം. ഇതിൽ നമുക്ക് എന്തെങ്കിലും സാധനം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ആ സ്റ്റിക്കിനൊക്കെ ഞാൻ മാറ്റി വെച്ചോണ്ടാണ്. അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഈ ഒരു ഗൈസ്, നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുവിധം നമ്മളത് ഇവിടം വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒട്ടിക്കുന്ന സാധനം തീർന്നു പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒട്ടിക്കുന്ന സാധനം മേടിക്കാൻ പോണം. മേടിച്ചിട്ട് വരാം. അപ്പം ഞങ്ങളീ പോയിട്ട് നമുക്ക് ഒട്ടിക്കുന്ന സാധനം, ഈ ക്ലിപ്പ്, ഈ സാധനം ഇല്ലേ ഇങ്ങനെ ഈ ചവരിലൊട്ടിക്കുന്ന സാധനം, അത് തീർന്നു പോയി ഗൈസ്. 2 എണ്ണം ഞാൻ മേടിച്ച്. ഈ സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നു. അവന് 3D ആണ് ഗൈസ്. ഈ ക്രിസ്മസ് ട്രീ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ വർഷമില്ലേ, ഞാനൊരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ തൂക്കിയിടുന്ന മോഡലിൽ ഞാൻ ചെയ്തപ്പോഴത്തേനും എന്നെ എന്തെല്ലാം പറഞ്ഞു അല്ലേ കുഞ്ഞു, ഓർമ്മയുണ്ട് അതൊക്കെ? ഇതൊന്നും ശരിയാകത്തൊന്നുമില്ല, നീ ഇതെന്തോ കാണിക്കുന്നത്. പക്ഷെ അവസാനത്തെ റിസൾട്ട് കണ്ടപ്പോഴോ ഗൈസ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല, പാൻറ് മാത്രം മാറ്റി. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഇവിടെ അടുത്ത് തന്നെയാണ്. സോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഓടി വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നമ്മുടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ആ കാണുന്ന അൽ അൻവർ ഡിസ്കൗണ്ട് സെൻറ്റർ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ എപ്പോഴും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ അല്ലറ ചില്ലറ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ മൊത്തം മേടിക്കുന്നത്. കിട്ടുമോ? കിടന്ന് കറങ്ങണം. ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും എത്ര രൂപ നോക്കട്ടെ? ഫസ്റ്റ് 750 ഫിൽസ്. കൊള്ളാവോ? ഇവിടെ എപ്പോൾ വന്നാലും ഇറങ്ങുമ്പോൾ പോപ്കോണുമായിട്ട് അല്ലാതെ ഇറങ്ങത്തില്ല. നല്ല അടിപൊളി പോപ്കോൺ ആണ് ഇത്. നമ്മളൊരു തിയേറ്ററിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഇത് 2 പീരീഡ് എടുക്കണം അല്ലേ? ഇവിടെ ആകുമ്പോൾ നമുക്ക് 500 ഫിൽസിന് കിട്ടില്ല. ചീപ്പ് ആൻഡ് ഗുഡ് സാധനം നമ്മൾ മേടിച്ചു. പോപ്കോൺ മേടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോകും. അതങ്ങനെ എപ്പോഴായാലും അങ്ങനെയാണല്ലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വന്നു. എക്സ്ട്രാ വേണ്ട കുറച്ച് സാധനം, 2 സാധനം മേടിക്കാൻ പോകുന്നുണ്ട്. എത്ര മേടിച്ചു? 2 സാധനം മേടിക്കാൻ പോയിട്ട് 10 സാധനമായിട്ട് വന്നിട്ടുണ്ട്. അതെ, കൂടുതലെല്ലാം ഇനി എപ്പോൾ തീരാനാണ്?
ക്രിസ്മസ് ട്രീയുടെ ഒരു ഏകദേശ ഷേപ്പ് തന്നെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഓക്കെ കുറച്ചുകൂടെ Guys, ഈ ഒരു ഐഡിയ നല്ലതായിരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് സാധനം ചെയ്യായിരുന്നു. പക്ഷെ ഇത്ര ഹൈറ്റ് ടേബിൾ ഇല്ല. ഫൈനലി ഗായ്സ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പ് ഉണ്ടോ? ചെറിയൊരു ചരിവ് ഉണ്ടോന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ചെറിയ ചെറിയുണ്ട്. ആ ലാസ്റ്റിലത്തെ ഇല്ലേ, ലാസ്റ്റിലത്തെ ആയത് അത് വെച്ച് കുറച്ചുകൂടി താരണമായിരുന്നു എങ്കിൽ കറക്റ്റ് ആയ. ഇനി ഇത്രയും സാധനം നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട് അല്ലേ? ഇതൊക്കെ ഗൈസ് കണ്ടത് പണ്ടേ എൻ്റെ അടുത്തുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇതൊന്ന് ഈ പ്രാവശ്യം നമ്മൾ ഓൺലി ഗോൾഡ് ആൻഡ് റെഡ്. ഞാൻ ചെറിയ ഇത് പുതിയത് കഴിച്ചത്. പക്ഷെ ഇതില് വലുതുണ്ടോണ്ട് ഉള്ളത് കൊണ്ട് വലുത് ഞാൻ എടുക്കാം. ഇത് നോക്ക്, ഇത് ഒറിജിനൽ പൈൻ മരത്തുനിന്ന് താഴെ വീണ് കിടന്ന സാധനം ഞാൻ പറത്തിക്കൊണ്ടുവന്ന. ജർമ്മനിന്ന് അല്ല, പാരീസിൽ നിന്ന് കൊണ്ടുവന്നാണ് ഗൈസ്. പാരീസിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വലിയ ഗാർഡൻ ആണ്. സോ അപ്പൊ അവിടെ ഈ സാധനം ഇങ്ങനെ കിടന്നപ്പോ ഇപ്പോഴൊന്നും എടുത്തോണ്ട് വന്നതല്ല, ഞാൻ ഇത് നേരത്തെ എപ്പോഴോ എടുത്തോണ്ട് വന്നതാണ്. ഞാനത് കുറെ ഉണ്ട്. അത് കുറെ പറക്കിക്കൊണ്ടുവരും. അതാണ് സ്വഭാവം. അതിന്റെ ഒരു സുഖം നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അങ്ങനെ ഒരുവിധം നമ്മുടെ ക്രിസ്മസ് ട്രീ ഈ ഒരു ലുക്കിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മളതിൽ ലൈറ്റ് ഇടണം അല്ലേ? മകളിട്ടില്ലല്ലോ ഒരെണ്ണം. അഴിച്ചു പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്തതൊക്കെ അഴിച്ചു പണിതുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ചരിവുണ്ടെന്നും പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. അത് അത്ര അവിടെ പൊങ്ങിയിരിക്കുന്നു കണ്ട. ഒന്നിലത് അങ്ങോട്ട് കറക്കി വെക്കുക തോട്ട്. ലൈക്ക് അതിനെ എടുത്ത് വെളിയിലിട്. നമുക്കിതിൻ്റെ ലൈറ്റ് നല്ല രസമാണ്, കാണിച്ചു തരാം. സി, ഇത് നമ്മൾ ഡബിൾ ടേപ്പ് സ്റ്റിക്കർ വെച്ചിട്ട് അടിയിലോട്ട് ഒട്ടിക്കണം. ഈ ഒരു ഭാഗത്തൊന്ന് വെച്ചാൽ മതിയോ? നല്ല ഒട്ടിയിരിക്കണത് കേട്ടോ. അത് ഉണക്കാൻ പറ്റുമോ? ഇനി നമുക്കുള്ളത് നമ്മുടെ ലൈറ്റാണ്. സീ ദിസ് സ്മൂൾ ലൈറ്റ്സ്. ആ ലൈറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഈ ലൈറ്റ് ആകുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണിത്. അത് കാരണം നമുക്ക് അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും. ഇതിൻ്റെ ബാറ്ററി തീർന്ന് നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് എപ്പോഴും ഇത് ഇടാൻ പാടില്ല. ബാറ്ററി തീർന്നു പോയാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഗൈസ്, അപ്പം നമ്മുടെ ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൊള്ളാം, പക്ഷെ എനിക്ക് ആ റിബൺ ഇങ്ങനെ ഇടണ്ട പൊന്നു. അതൊരു എന്തോ പോലെ ഇരിക്കുന്നു തന്നെ. അതൊരു മെനയില്ല അതങ്ങനെ ഇട്ടപ്പോൾ. ഒന്നിലത് നീളം വേണമായിരുന്നു. കേസ് വാവ വരുന്നതിന് മുന്നേ എല്ലാം തീർക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത്രയും മാത്രമേ തീർന്നുള്ളൂ. എന്തായാലും വാവേനെ പോയി എടുക്കാനുള്ള സമയമായി. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം തൂത്ത് ഇവിടെ നിന്ന് മാറ്റാം. ഇല്ലെങ്കിൽ ഇതെല്ലാം വാവയുടെ വായുടെ അകത്തായിരിക്കും അല്ലേ? ഇനി നമുക്ക് വാവേനെ എടുത്തോണ്ട് വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വാവേനെ എടുത്തിട്ട് വാവയുടെ തലയിലെ കൊമ്പുണ്ട് ഗൈസ്. രണ്ട് കൊമ്പുണ്ട്. ഒരു കൊമ്പ് എന്താ ചരിഞ്ഞിരിക്കുന്നേ? വാവയ്ക്ക് സർപ്രൈസ് ഉണ്ടല്ലോ വീട്ടില്. സർപ്രൈസ് ഉണ്ട് വാവയ്ക്ക്. സർപ്രൈസ് പപ്പ അല്ല, സർപ്രൈസ് പപ്പ അല്ല,
സർപ്രൈസ്. സർപ്രൈസ്. ലൈറ്റ് ഇട്, അവിടെ ലൈറ്റ് ഇട്. സർപ്രൈസ്. ക്രിസ്മസ് ട്രീ. വാ അടച്ചോക്കിടി വാവേ. ഇഷ്ടപ്പെട്ടോ ബാബയ്ക്ക് ക്രിസ്മസ് ട്രീ? വാവ് വാവ്. ഞങ്ങൾക്ക് ഇനി ഇവിടെ കിടന്നത് പരതി എടുക്കണം ഇതൊക്കെ അല്ലേ വാവേ? ക്രിസ്മസ് ട്രീ നോക്ക്, ക്രിസ്മസ് ട്രീ നോക്ക്, ക്രിസ്മസ് ട്രീ നോക്ക് വാവേ. അതോ നോക്കിയേ ക്രിസ്മസ് ട്രീ വാവേ. വാവേ വേണ്ട വേണ്ട വാവേ, വാവേ ക്രിസ്മസ് ട്രീ നോക്ക്, ദാ നോക്ക്, ദാ നോക്ക്. ഹായ് നോക്ക്. നമുക്ക് അതിനേക്കാളും തറ കിടക്കുന്ന സാധനങ്ങളാണ് ഇഷ്ടം. വാവേ ഇത് നോക്കിയേ വാവേ, ക്രിസ്മസ് ട്രീ നോക്കിയേ. ക്രിസ്മസ് ട്രീ കൊള്ളാമോ? വാവ് വാവ് പറ വാവ്. വാവ് ഹായ്. പറക്കല്ലേ പറക്കല്ലേ, അത് വലിക്കല്ലേ. ഇങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി, ഇങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി. തീർന്നു. അയ്യോ വലിക്കല്ലേ. ആ സ്റ്റൂൾ എടുത്തിരണം അല്ലെങ്കിൽ ശരിയാവില്ല. അവിടെ സ്റ്റൂളല്ല, ആ ടേബിൾ എടുത്തിരണം. വെക്കുവാവേ നോക്കട്ടെ. നോക്കിയേ. ഹായ് ഇതൊക്കെ വലിച്ചൂരി കളയും. വാവി ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? കടിക്കില്ല, അത് കടിക്കില്ല കണ്ണാ. ഇനി നമുക്കുള്ളത് ലൈറ്റ് ഇടലാണ്. സ്റ്റാർ ലൈറ്റ് ഇടണം. ഇത് ചെറുതായിട്ടൊരു ഗർഭിണിയായി പോയല്ലേ ആ സൈഡ് അല്ലേ? ഏത് അതിട്ടപ്പോഴാണ് അറിയുന്നത്, ഇല്ലെങ്കിൽ അറിയത്തില്ല. ഇറ്റ്സ് ഓക്കെ ഫൈൻ. വാ കൂടുതൽ നോക്കണ്ട, ഒത്തിരി പെർഫെക്റ്റ് ഒന്നും ആക്കാൻ പറ്റത്തൊന്നുമില്ല. ഇത് തന്നെ അതിൻ്റെ ഭംഗിയാണ്. ഞാൻ ഒരു വിധത്തിലെല്ലാം എടുത്ത് വെച്ചാണ്. അയ്യോ ഉടനെ വായിക്കാത്ത കുത്തി കയറ്റി എല്ലാം. രണ്ട് കൊമ്പും വെച്ച് കാക്കയോ? ഇതെന്തുവാണ്? ബോൾ. നോ 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 നോ. വയലൻസ് വയലൻസ്. പോ. അമ്മ പിടിച്ചു തരാം. കേറിക്കോ കേറിക്കോ. കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ആ വെരി ഗുഡ്. അച്ഛൻ അവിടെ ലൈറ്റ് വെച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഭാവിയുടെ താഴെ സ്റ്റിക്കർ സ്റ്റിക്കർ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുവാണ് വായിക്കാത്തോട്ട് ഇടാൻ. വെക്കോ, അകത്ത് വെക്കോ. അവിടെ കിട്ടി, എവിടെ കിട്ടി? കിട്ടി കിട്ടി എവിടെ? കിട്ടീനെ ആനേനെയൊക്കെ എടുക്ക്. കിട്ടി എവിടെ? ആന എവിടെ? ആന എവിടെ? ആന എവിടെ? ആന ആന
വേണ്ട ആന അവിടെ കിടക്കുന്ന ആനേനെ ഉറക്ക്. ഭാവി ഇത് നോക്കിയേ ലൈറ്റ് ഇടുവാണ്. വാ ഭാവി വാ ആ പറഞ്ഞേ എടുക്ക വാവിനെടുക്ക്. ആ വാവ് പറഞ്ഞേ വാവേ. ഹായ് ഹായ് വാവ് അങ്ങനെ പറ. ഹായ് ഗൈസ്, നമ്മുടെ ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇത് കാണണമെങ്കിൽ നമ്മുടെ ഈ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യണം. ഒരേ ഒരു സെക്കൻഡ്. ഇപ്പോഴാണ് ദേ നമ്മുടെ ക്രിസ്മസ് ട്രീയും അവിടെ റെഡിയായി. നമ്മുടെ ലൈറ്റ് ഒക്കെ നമ്മൾ ഇട്ടത് നോക്കൂ. കൊള്ളാല്ലേ ലൈറ്റ് ഇട്ടൊക്കെ ഇട്ടോ. പറഞ്ഞേ കൊള്ളാവോ ആവേ? ഗൈസ് ഫൈനലി ഞാൻ തൂക്കിയിടുന്ന സാധനവും ഉണ്ടാക്കിയിരിക്കുകയാണ്. ആരുണ്ടാക്കി? ഞാനാണോ ഉണ്ടാക്കി? ഇനി ഇത് നമുക്ക് ഡോറിലിടണം. ഉണ്ട് ഓൾറെഡി അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. യെസ്. അങ്ങനെ നമ്മുടെ ഫൈനൽ ലാസ്റ്റ് ഫൈനൽ. ഇനി എനിക്ക് കുറേ ചെയ്യണം. ഇനി എന്തുണ്ട്? ഇനി എനിക്ക് കുറേ ഇനി എന്താണ്? ഇനിയുണ്ട്. ഇത് നോക്കണേ, പുതിയൊരു കാലധാരം വെക്കില്ല അവള്. കാല് വെച്ചിരിക്കുന്നു ചിരിക്കുന്നുണ്ട്. അവർക്ക് അറിയാം കാലിലിട്ടേല്. താഴെ നിക്ക് വാവേ താഴെ നിക്ക്. ഇത് നോക്കിയോ, ഉടനെ താഴെ കാലെടുത്തത്. ഇവിടെ നില്ല ഹാഫ് എടുത്താ മതിയേ. വാവയുടെ ആദ്യത്തെ ക്രിസ്മസിനിട്ട ഉടുപ്പാണ് വാവ ഇട്ടിരിക്കുന്നത്. ഈ ഉടുപ്പാണ് വാവയുടെ ക്രിസ്മസിന് വാവ ഇട്ടോടും. അന്ന് നല്ല വലുതായിരുന്നു. കറക്റ്റ് അല്ല, ഇവിടെയൊക്കെ ടൈറ്റ് ആണ്, ഇതിടാൻ പറ്റത്തില്ല. ഹായ്, തൊപ്പിയൊന്നും വാവ ദൈവം ചെയ്ത് അത് വലിച്ചിടല്ലേ പ്ലീസ്. എടുത്ത് നോ 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 എന്ന് പറഞ്ഞാൽ വാവയുടെ ഭാഷയിൽ എസ് ആണ്. യെസ് നോ യെസ് വാവ യെസ്. എടുത്തോ എടുത്തോ. അയ്യോ പൊട്ടിക്കലും. അയ്യോ എല്ലാം ഇനി നമ്മള് ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പൊ ഇത് നമ്മുടെ ലോ ബഡ്ജറ്റ് ക്രിസ്മസ് ട്രീ ആണ് ഗൈസ്. അപ്പൊ ഹോം മെയ്ഡ് ക്രിസ്മസ് ട്രീ. കാരണം നമ്മളൊരു ക്രിസ്മസ് ട്രീ മേടിക്കാൻ പോയി എത്ര രൂപയാണ് ഇവിടെ. ഈ ഒരു ഹൈറ്റിന്റെ ക്രിസ്മസ് ട്രീക്ക് എങ്ങനെ പോയാലും ഇവിടെ ഒരു 70 ബിഡിയെങ്കിലും കൊടുക്കേണ്ടി വരത്തില്ലേ അല്ലേ? ഒരു 70-80 അതിൽ കൂടുതലാണ്. ദിസ് ഈസ് ലൈക്ക് അവർ ഹോം മെയ്ഡ്. സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ കൊല്ലവും ഓരോ ഷേപ്പിലും ഓരോ മോഡലിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്രിസ്മസ് ട്രീ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. സോ ഇനി ചിലപ്പോൾ ഇത് കാണുന്ന കുറേ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ വെറുതെ ഇത്രയും മെനക്കെടുന്നത്? അങ്ങോട്ട് കുറച്ച് പൈസയല്ലേ ഒരു ക്രിസ്മസ് ട്രീ മേടിച്ച് വെച്ചുകൂടെ? പൈസയുടെ അല്ല, ഇതൊരു എന്ത് പറയാനാണ്, ഒരു സന്തോഷം അല്ലേ? നമ്മളൊരു എഫേർട്ട് എടുത്ത് നമ്മളൊരു സാധനം ചെയ്ത് അത് നന്നായിട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ,
അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്. അത് ഭയങ്കര സന്തോഷമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉറക്കം വരുന്നു ബാബേ. അല്ലേ ബാബേ? ഓ എൻ്റെ അവിടെ മുടിയിരിക്കുന്നു നോക്കി കൊമ്പ് മാറ്റിയപ്പോ. എല്ലാവർക്കും ബായ് പറയൂ. ടാറ്റ പറ. ടാറ്റ. ബൈ ബൈ. സീ യു. ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. ഒരു ഉമ്മ കൊടുത്തേ. ഞാൻ കൊടുത്തേ. ഈശോപ്പയ്ക്കല്ലേ ഇവിടെ ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ടിക്കയാണ്. ടിക്ക മീൻസ് ചിക്കൻ ടിക്കയല്ല കേട്ടോ, ഈശോപ്പയാണ്. ഈശോപ്പയുടെ ഷോർട്ട് നെയിമാണ് ഞങ്ങൾ ടിക്ക. ഈശോപ്പ എവിടെ? ഈശോപ്പ ടിക്ക. ഈശോപ്പയ്ക്ക് ഒരു ഉമ്മ കൊടുക്കോ? ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഉമ്മ കൊടുക്കും. ഈശോപ്പയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും. സോറി ഗൈസ്, ഞങ്ങൾ തോളിൽ കിടന്നു കഴിഞ്ഞാൽ അപ്പ വാങ്ങാവോ തുടങ്ങും. അതാണ് ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമായി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി നമ്മുടെ വീഡിയോസ് ഇനി എന്താ പറയുക, ഇനി ഞങ്ങളുടെ ക്രിസ്മസ് ആക്ച്വലി നാട്ടിലാണ് കേസ്. വി ആർ സോ എക്സൈറ്റഡ്. നമ്മൾ ക്രിസ്മസ് നാട്ടിൽ പോവാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ വെച്ച് കാണാം. ബൈ. അല്ല, അതിന് മുന്നേ വ്ലോഗ് കാണും. എന്നാൽ ബൈ. ടാറ്റ പറഞ്ഞേ. ടാറ്റ.